കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ നടന്ന KSU പ്രതിഷേധവും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. ഈ സംഭവത്തിൽ മന്ത്രിക്ക് പരിക്കേറ്റുവെന്ന വാദം പൂർണ്ണമായും വ്യാജമാണെന്നും ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ മറച്ചുപിടിക്കാൻ മന്ത്രിയും CPM-ഉം ചേർന്ന് നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണിതെന്നും KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആരോപിക്കുന്നുണ്ട്. കേരളത്തിലെ ആരോഗ്യവകുപ്പ് നേരിടുന്ന കടുത്ത പ്രതിസന്ധികളും തുടർച്ചയായ വീഴ്ചകളും ജനശ്രദ്ധയിൽ നിന്നും മാറ്റാനായി മന്ത്രി വീണ ജോർജും CPM-ഉം ചേർന്ന് ആസൂത്രിതമായ ഒരു തിരക്കഥ നടപ്പിലാക്കുകയാണെന്ന് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടന്ന പ്രതിഷേധത്തിനിടെ മന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായെന്നും പരിക്കേറ്റു എന്നുമുള്ള പ്രചാരണം പച്ചക്കള്ളമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. സംഭവ സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മന്ത്രിയുടെ വാദങ്ങൾ പൊളിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നതെന്നും ദീപ്തി മേരി വർഗീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രതിഷേധക്കാരെ പ്രതിരോധിക്കാൻ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിനിടയിലാണ് മന്ത്രിക്ക് അസ്വസ്ഥതയുണ്ടായത് എന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സമരക്കാർ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ജനങ്ങളുടെ കൺമുന്നിൽ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും സർക്കാരും മന്ത്രിയും നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങൾ പറയുകയാണ്. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണെന്നും അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി.